ശരി, ഓക്കെ. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മള് ക്രിസ്മസ് കാലമാണ് ഇപ്പൊ ഒരു പ്രാർത്ഥിച്ചതിലൂടെ പ്രാർത്ഥനയിൽ പറഞ്ഞ പോലെ ക്രിസ്മസ് കാലമാണ്. സ്വാഭാവികമായിട്ട് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഒരു തീമായിരിക്കും നമ്മൾ ഇന്ന് എടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം തുടക്കം തന്നെയാണ് യേശുവയുടെ വംശാവലി. ഓക്കെ, നമ്മളിന്ന് സംസാരിക്കാൻ പോണത് അതാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിളൊക്കെ ഉണ്ടെന്ന് കരുതുന്നു. കണ്ട് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ ഞാനിത് ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. ഏതായാലും എനിക്കറിയില്ല, ഓർമ്മയിലില്ല. ഒരു മേ ബി റെപ്പിറ്റേഷൻ ഒന്നും ആവില്ല എന്ന് കരുതാം. ഓക്കെ, നമ്മള് ഒത്തിരി ഇങ്ങനെ വായിച്ച് ഇങ്ങനെ നാക്ക് പിഴയ്ക്കുന്ന ഒരു വചനഭാഗമാണ് ഇത്. പേരുകളൊക്കെ ഇങ്ങനെ പേരുകൾ മാത്രമാണിത്. ഒരു ചരിത്രപരമായ ഒരു സമ്മറി, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ എല്ലാ ചരിത്രത്തെയും ഒന്നും കൂടി ഒന്ന് ചുരുക്കി പറയുന്ന ഒരു ഭാഗമാണിത്. അബ്രാഹം ഉണ്ട്, യാക്കോബ് ഉണ്ട്, ദാവീദ് തുടങ്ങിയ എല്ലാ കഥാപാത്രങ്ങളും വീണ്ടും ആവർത്തിക്കുന്നു. ഈശോയായിട്ടുള്ള ബന്ധം. വംശാവലി എന്നാണ് അതിനെ പറയുക. ജീനിയോളജി എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഹീബ്രുവിലാണെങ്കിൽ തൊളോദോത്ത് എന്ന് പറയും. തൊളോദോത്ത്. ഓക്കെ, അത് ബൈബിളിന്റെ ഒരു ഭാഷയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം നോക്കുകയാണെങ്കിൽ ആകാശത്തിന്റെ ഭൂമിയുടെ വരെ വംശാവലി പറയും. ഓക്കെ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു 10ഓളം വംശാവലികൾ കൊടുക്കുന്നുണ്ട്. ഉൽപ്പത്തി 4-ലുണ്ട്, ഉൽപ്പത്തി 5-ല്, ഉൽപ്പത്തി 10, 11-ല്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ ചരിത്രം ഇങ്ങനെ പറയും. ഇന്ന ആളുടെ മകനായിരുന്നു, അതിനുശേഷം ഇന്നവരുണ്ടായി ഉണ്ടായി ഉണ്ടായി അങ്ങനെ ചുരുക്കി ഇങ്ങനെ പറയുന്നത് കാണാം, ഹിസ്റ്റോറിക്കൽ സമ്മറീസ് പോലെ. അപ്പൊ ഇത് പഴയ നിയമത്തിന്റെ ഒരു ഭാഷയും കൂടിയാണ്, ഒപ്പം തന്നെ ചരിത്രപരമായിട്ട് ഒത്തിരി പ്രാധാന്യമുള്ളതാണ്. ആ കാലഘട്ടത്തില് എല്ലാ വലിയ മനുഷ്യർക്ക്, മഹത് വ്യക്തികൾക്ക് അവരുടെ ചരിത്രം, ജീനിയോളജി അല്ലെങ്കിൽ വംശാവലി അങ്ങനെ റെക്കോർഡ് ചെയ്തിരിക്കും. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരിൽ നിന്ന് ജനിച്ചു, ഇയാളുടെ തായ് വഴികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ബൈബിളിൽ എന്തുകൊണ്ടാണ് ഈശോയുടെ വംശാവലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് അതിന്റെ ചരിത്ര പ്രാധാന്യമാണ്. ചരിത്ര പ്രാധാന്യം. എന്താണ് ചരിത്ര പ്രാധാന്യം? അതായത് ഈ പിറക്കാൻ പോകുന്ന മറിയത്തിൽ നിന്ന് പിറക്കുന്ന ജോസഫിന്റെ വളർത്തുപുത്രൻ, തീർച്ചയായിട്ടും അവനൊരു അവന്റെ ചരിത്രമുണ്ട്, പൂർവീകരുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ് അല്ലെ? ചരിത്രം, ഒരാളുടെ ചരിത്രം പറയുക, ആ ചരിത്രത്തിന്റെ ഭാഗമാവുക. നമ്മളൊക്കെ പറയില്ല, എന്റെ കാർന്നൂര് ഇന്ന ആളായിരുന്നു, എന്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ നമ്മൾ വലിയ പ്രാധാന്യത്തോടെയാണ് അതിനെ പറയുക. നമുക്ക് സംസ്കാരമുള്ള, ചരിത്രമുള്ള, പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിന്റെ ഭാഗമാണെന്ന് നമ്മളൊക്കെ പറയുന്നത്. അതുപോലെ എല്ലാ മഹത് വ്യക്തികളുടെയും ചരിത്രം ഇതുപോലെ അനാവരണം ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അപ്പൊ മത്തായി സുവിശേഷകൻ തീർച്ചയായിട്ടും ഈ ഒരു തലത്തില് ഈശോയുടെ വംശാവലിയിലൂടെ അത് അവതരിപ്പിക്കുന്നു. രണ്ടാമത്തേത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് നിങ്ങൾ ഈ പറഞ്ഞ ഈ വംശാവലിയിലൊക്കെ കാണുക. ഒന്നാമത്തെ പ്രവചനം, മിശിഹ ദാവീദിന്റെ വംശത്തിൽ പിറക്കും കണ്ടോ. അപ്പൊ അവിടെ ദാവീദിന്റെ മകനായിട്ട് ജനിച്ചതാണ്, പുത്രനായ ദാവീദിന്റെ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പ്രവചന പൂർത്തീകരണത്തിന്റെ ആള് പഴയ നിയമത്തിൽ പറയുന്നത് ഇതാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു പ്രാധാന്യം വംശാവലി എന്തിനാന്ന് ചോദിച്ചാല്, ദൈവത്തിന്റെ ശ്രദ്ധയും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും ഒക്കെ ഒന്നും കൂടി ചില വ്യക്തികൾക്ക്, ചില കുടുംബങ്ങൾക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ ഉപയോഗിക്കാൻ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഈ തലമുറകളിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. എത്ര തലമുറകൾ, ആദം മുതൽ അല്ലെ അബ്രഹാം മുതലുള്ള ചരിത്രമാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എത്ര ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമാണ് ചുരുക്കി പറയുന്നത്. അപ്പോഴത് ഈ ക്രിസ്തുവിലേക്ക് എത്തുമ്പോൾ ഇതിനകത്ത് കാണുന്ന എല്ലാ വ്യക്തികളും ദൈവം പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തവരാണ്. അത് അബ്രാഹാം ആകട്ടെ, യാക്കോബ് ആകട്ടെ, ദാവീദാകട്ടെ, ഇവരുടെ എല്ലാവരുടെയും ചരിത്രത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ ഇടപെടലും ഒരു തെരഞ്ഞെടുപ്പും ഉണ്ട്. ചില കുടുംബങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുന്നു. അപ്പൊ ഇതെല്ലാം ഈ വംശാവലിയിലൂടെ കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, ദൈവകൃപ ചില വ്യക്തികൾക്ക് പ്രത്യേകമായിട്ട് ലഭിക്കുന്നുണ്ട് ഇവിടെ. ദൈവകൃപ ഉദാഹരണം പറഞ്ഞാല് റൂത്ത്, റാഹാബ് കണ്ടോ. ഇവർ ഈ സ്ത്രീകളൊക്കെ യഹൂദ ഗോത്രത്തിൽപ്പെട്ടതല്ല. താമാറ്, ഇങ്ങനെയുള്ളവരൊക്കെ, ബാത്ഷബ. പക്ഷെ ദൈവം അവരെ തിരഞ്ഞെടുക്കുന്നു. അപ്പൊ ഈശോയുടെ വംശാവലിയിൽ ഇവരൊക്കെ, ഈ സ്ത്രീകളെല്ലാം കയറി വരുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? ഇത് ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയാണ്, വരപ്രസാദം. അതിരുകൾക്ക് അപ്പുറത്തേക്ക് ദൈവം തന്റെ കൃപ ഒഴുക്കുന്നു, അല്ലെങ്കിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ വംശാവലി വായിക്കുമ്പോൾ വെറുതെ പേരുകൾ വായിച്ച് ആനന്ദിക്കാതെ ഈ പറഞ്ഞ വ്യക്തികളുടെയൊക്കെ ചരിത്രം പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വലിയ മഹാനായ വ്യക്തി
എങ്ങനെയായിരിക്കണം, ആ വ്യക്തിയുടെ മാതാപിതാക്കൾ കറയില്ലാത്തവരായിരിക്കണം, വീട്ടുകാർ നാട്ടുകാരൊക്കെ അടിപൊളിയായിരിക്കണം, നന്മയുള്ള മനുഷ്യരായിരിക്കണം, കുറ്റവാസനയുള്ളവരൊന്നും ആയിരിക്കരുത്, കള്ളന്മാരും കൊള്ളക്കാരൊന്നും ആയിരിക്കരുത്. പക്ഷെ ഈശോയുടെ വംശാവലിയിൽ നോക്കിയേ, കുതികാലി പിടിക്കുന്ന യാക്കോബും അല്ലെ, ഇതൊക്കെ അതിനകത്ത് കയറി വരികയാണ്. അതിനർത്ഥം ഇത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ഓക്കെ, അല്ലാതെ മനുഷ്യന്റെ കഴിവോ നേട്ടമോ ഒന്നുമില്ല. ഈ വ്യക്തികളെല്ലാം അവർക്കൊരു ചരിത്രമുണ്ട്. അതൊരു പക്ഷെ മനുഷ്യന്റെ മുമ്പിൽ പറഞ്ഞാൽ നാണക്കേടുണ്ടാകുന്ന ചരിത്രം പോലും ആകാം. പക്ഷെ ദൈവം അതിനെ പരിഗണിക്കുന്നില്ല. മറ്റൊന്ന്, ഈ വംശാവലിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് ഉടമ്പടി, ദൈവം അബ്രഹാത്തോട് ചെയ്ത ഉടമ്പടി അത് തുടരുകയാണ്, അത് അവസാനിച്ചിട്ടില്ല. ക്രിസ്തുവിലൂടെ ആ ഉടമ്പടി അവസാനിക്കാതെ തുടരുന്നു. ഈ ഒരു ലക്ഷ്യവും തീർച്ചയായിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈശോയുടെ ഐഡന്റിറ്റി ഒന്നും കൂടി ഒന്ന് അഫേം ചെയ്യുകയാണ് ഇവിടെ. ആരായിട്ടാണ് അഫേം ചെയ്യുന്നത്? ദാവീദിന്റെ മകൻ എന്ന് പറയുന്നു. അപ്പൊ ദാവീദിന്റെ മകനായിട്ട് മാറണമെങ്കിൽ ഏതിലൂടെ? ജോസഫിലൂടെയാണത്. ജോസഫ് നിയമപരമായിട്ടാണ് ഈശോയുടെ അപ്പനാവുന്നുള്ളൂ, രക്തത്തിന്റെ ബന്ധമല്ല, മറിച്ച് നിയമപരമായിട്ട്. അപ്പോൾ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ അവൻ യോഗ്യനാവുന്നത് ജോസഫിലൂടെയാണ്. അതേസമയം ലൂക്കയുടെ സുവിശേഷത്തിൽ ഇതുപോലെ തന്നെ വംശാവലി ഉണ്ട്, പക്ഷെ അവിടെ മറിയത്തിന്റെ രക്തത്തിൽ നിന്ന് ജനിച്ചവനായിട്ടാണ് അവനെ പറയുക. ഈ രണ്ട് വംശാവലികളും വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഈ വംശാവലി എന്താണെന്നും വംശാവലിയുടെ പ്രാധാന്യം എന്താണെന്നും വിശുദ്ധഗ്രന്ഥത്തിലുടനീളം ഈ വംശാവലി എപ്പോഴും ഇങ്ങനെ ചുരുക്കി പറയുന്നത് കാണാം. ഏതൊരു വലിയ വ്യക്തിയുടെ കഥ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വംശാവലികളൊക്കെ വരുന്നുണ്ട്. അതേസമയം ഇന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ ഈ വംശാവലിയുടെ പ്രാധാന്യം എന്താണ്? കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാനിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചൊക്കെ ഇരിക്കുകയാണല്ലോ. നിങ്ങളുടെ തന്നെ വംശാവലി ഒന്ന് പറയാവോ? ആദ്യം ഭർത്താവിന്റെ വംശാവലി പറയുക. ഒരു 3-4 തലമുറയ്ക്ക് അപ്പുറം എത്തോന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞു വരുമ്പോ ചിലപ്പോ അപ്പന്റെ പേര് പറഞ്ഞ അപ്പൂപ്പന്റെ പേര് വരെ പറയും. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ആദ്യം ഭർത്താവ് 3-4 തായ് വഴികളൊന്ന് പറഞ്ഞു നോക്ക്. എന്നിട്ട് അതിനകത്ത് കൊള്ളക്കാരോ കള്ളന്മാരൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കുക. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. ഒരുപക്ഷെ നിങ്ങളിലേക്ക് വന്ന കൈമാറിയ നന്മകളൊക്കെ അല്ലെ ഈ മനുഷ്യരിലേക്ക് ആയിരിക്കും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറയുക. രണ്ടുപേരും അവരവരുടെ തായ് വഴികൾ പറയുക. വംശാവലിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. വേഗാവട്ടെ. വർഗീസ്, അന്തോണി, പൗലോ. സ്ത്രീകളൊന്നും ഇല്ലേ അവിടെ? അല്ല, സ്ത്രീകളാ. അറിയില്ലല്ലേ? ഭാര്യ ത്രേസ്യ, ഒരു ത്രേസ്യ മറിയം. ആരൊക്കെയാന്ന് പറ. ഇത് വെറുതെ അതൊന്ന് വംശാവലി പോലെ ഒന്ന് പറഞ്ഞു നോക്കിയേ. പൗലോയുടെ മകൻ അന്തോണി, അന്തോണിയുടെ മകൻ വർഗീസ്, വർഗീസിന്റെ മകൻ ഫ്രാൻസിസ്. ഓക്കെ, 3 കിട്ടുള്ളൂ അല്ലേ? അതിലപ്പുറത്തേക്ക് അതിനു മുമ്പുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. ഇല്ല, അറിയില്ല. ഓക്കെ, അപ്പൊ ഗ്രേസ് ഒന്ന് എന്താ? ആന്റണിയുടെ മകൻ ചാക്കോ, ചാക്കോന്റെ മകൻ ജോൺ. ഓക്കെ, നിങ്ങൾ തീരുമാനാക്കിയോ? വേറെ നിങ്ങൾ ഈ ഒരു വംശാവലി വല്ലതും പറഞ്ഞു നോക്കിയേ. നിങ്ങളൊക്കെ ഇനി അടുത്ത ആള് പറ. മത്തായി ഏലിയുടെ മകൻ വർക്കി മറിയത്തിന്റെ മകൻ ജോസഫ് മറിയത്തിന്റെ മകനായ മൂത്ത മകനായ മത്തായി എന്ന മാത്യു. കോമഡിയാണല്ലേ പറയുമ്പോ. വേറെ ആരെങ്കിലും? ചേച്ചി പറഞ്ഞേ. വർക്കിയുടെ മകൻ ചാക്കോ, ചാക്കോയുടെ മകൻ വർഗീസ്, വർഗീസിന്റെ മകൻ ഷാലിമ. ഓക്കെ, ഇത് കൂടുതൽ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു 4-5 പറയാൻ പറ്റുന്നവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. പൗലോ മറിയം ദമ്പതിയുടെ മകൻ, ഗോപുരത്തിങ്കൽ വർക്കി അന്നം ദമ്പതിയുടെ മകൻ, ഗോപുരത്തിങ്കൽ ജോസ് അമ്മണിയുടെ മകൻ, ഗോപുരത്തിങ്കൽ പുതിയാട്ടിൽ ജിൻസ്. അത്രേ ഉള്ളൂ. ഓക്കെ. വേറെ ആരെങ്കിലും? നന്നായിരിക്കുന്നു. ആരാന്ന് വെച്ചാ പറ.
എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് തൊമ്മിയുടെ മകൻ അത്താണിക്കൽ തൊമ്പി മകൻ ലോനപ്പൻ, ലോനപ്പൻ മകൻ തോമസ്, തോമസ് മകൻ ബേബി, അവിടെ വരെ അത്താണിക്കലാണ്. ബേബി മകൻ ചെറിയത്ത് ടിറ്റോ. വീട് പേര് മാറിയല്ലേ? ആ ഓക്കെ, നല്ല കാര്യം. വേറെ ആരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് നീങ്ങുകയാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെയൊക്കെ വംശാവലിയൊക്കെ ചെറിയ നല്ലതാണ്. ഈ ട്രീ ഒക്കെ ഉണ്ടാക്കലും എന്ന് വെച്ചാൽ കുടുംബ ട്രീ അല്ലെ, നമ്മൾ ഉണ്ടാക്കുന്ന ശീലമൊക്കെ ഉണ്ട്. ഇന്നൊരു പക്ഷേ ഈ ചരിത്രാവബോധം നമുക്ക്, എനിക്കറിയില്ല ഉണ്ടോ എന്നറിയില്ല, കൂടുതലും നമ്മൾ ചിന്തിക്കുന്ന മുഴുവൻ നമ്മുടെ ഈ ചുറ്റുപാട്, നമ്മുടെ ഇപ്പൊ ഇമ്മീഡിയറ്റ് നമ്മുടെ കോണ്ടെക്സ്റ്റ് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പോ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും സ്വന്തം അപ്പന്റെ അമ്മയുടെ പേര് പറയും, അത് കഴിഞ്ഞ് അപ്പൂപ്പൻ അമ്മൂമ്മ, അവിടം വരെ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. പിന്നെ മറ്റ് ബന്ധങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കണ പോലുമില്ല. ഇനി അത് അടുത്ത കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞു പോകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇത്ര പോലും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പലരും പറയുമ്പോ വീട്ടുപേരുകൾ മാറി വരുന്നു കേട്ടോ, വംശാവലിയിൽ മാറ്റങ്ങൾ വന്ന് സംഭവിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? ഒരു പക്ഷേ ചിലപ്പോ ബന്ധങ്ങളിൽ വേറെ മാറ്റങ്ങൾ വന്നതായിരിക്കാം. വിവാഹത്തിലൂടെയാണ് പല ബന്ധങ്ങളും അല്ലെ നടന്നതൊക്കെ. ഇനി ഇതിനും ഒരു ആത്മീയ വശം കൂടെയൊക്കെ ചിന്തിക്കുക. സത്യത്തില് നിങ്ങൾ എത്തി നിൽക്കുന്ന കണ്ണികള് ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു വ്യക്തികളിലൂടെ കൈമാറി ഇങ്ങനെ വന്ന കുറെ നന്മകള്, പാരമ്പര്യങ്ങള്, ഇതെല്ലാം നമുക്കുണ്ട്. സത്യത്തിൽ ഈശോയുടെ വംശാവലി പറയുമ്പോ ഈ ഒരു ചിന്ത സജീവമാണ് അവിടെ. അതായത് കലർപ്പുള്ള ഇങ്ങനെ മലിനമായ ഒരു ജലാശയം, അത് ഇങ്ങനെ മലിനമായി ഈശോയിലേക്ക് എത്തും തോറും അതിങ്ങനെ വിമലീകരിച്ച് വരുന്നു ക്രിസ്തു എന്ന വ്യക്തിയിൽ. അപ്പൊ ഇനി എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എൻ്റെ തായ് വഴികളിൽ എന്തൊക്കെ ദോഷങ്ങള്, തിന്മകളൊക്കെ ഉണ്ടോ അത് പരിഹരിക്കുക എന്നുള്ളത് എന്റെയും കൂടി ഒരു ഉത്തരവാദിത്തം ആണ് അല്ലെ. ഓരോ ജന്മവും ഒരു പ്രതീക്ഷയാണ്, ഓരോ ജനനവും ഒരു പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും ഈശോയുടെ ജനനം ഈ വംശാവലിയോട് അവതരിപ്പിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അത് ഓർമ്മപ്പെടുത്തുന്നു. ചില പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. ദൈവത്തിന്റെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് ഓരോ ജനനവും. ദൈവത്തിന്റെ കൃപ പ്രകാശിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഓരോ ജനനവും. ദൈവത്തിന്റെ ഉടമ്പടി പൂർത്തീകരിക്കാൻ, തുടരുവാനും കൈമാറാനുള്ള ഉപാധിയാണ് ഓരോ വ്യക്തിയും. ഇത് തീർച്ചയായിട്ടും വംശാവലി നമ്മോട് അവതരിപ്പിക്കുന്നു. ഇനി കഴിഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ കുടുംബത്തിന്റെ വഴികളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകള്, കളങ്കമുള്ള കളങ്കം, സൽപ്പേരില്ലായ്മ, കുറവുകൾ എന്തുമുണ്ടോ സാരമില്ല. ക്രിസ്തുവിന്റെ വംശാവലി പറയുന്നു ഒരു നാൾ അതെല്ലാം വിശുദ്ധീകരിക്കപ്പെടും. പക്ഷെ നമുക്ക് ദൈവിക പദ്ധതിയോട് തുറവിയുള്ളവരായിരിക്കാൻ പറ്റണം. നമുക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞു പിടിച്ചിട്ടൊന്ന് സംസാരിക്കാവോ? നിങ്ങൾക്ക് ഇതിൽ നിന്ന് കേട്ടപ്പോ എന്ത് തോന്നി എന്നൊക്കെ ഒരു ഇവാലുവേഷൻ പോലെ. ഞാൻ പറയാം. ഓക്കെ, കമോൺ. നമ്മുടെ പൂർവികർ വഴി നമ്മുടെ പാരമ്പര്യത്തിൽ എന്തെങ്കിലും കറകളോ അച്ഛൻ പറയുന്നതനുസരിച്ച് കുറവുകളോ കളങ്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിൽ കൂടെ അത് വിശദീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലേ അച്ഛൻ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും ഒരുപക്ഷെ ദൈവത്തിന്റെ സഹായം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക്. അപ്പൊ നമ്മളിൽ അങ്ങനെ ഒരു ഭാരിച്ച ഉത്തരവാദിത്തം വന്നു ചേരുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഇനി നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പരമ്പരയ്ക്കും ആ വിശുദ്ധി പകർന്നു കൊടുക്കണം എന്നാണ്. തീർച്ചയായിട്ടും. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യാം. എന്തെങ്കിലും ചിന്തകളൊക്കെ ഒന്ന് പറഞ്ഞു. ഏതായാലും നമുക്കൊരു വ്യാഖ്യാനമാണ് ഞാൻ നടത്തുന്നത്. നിങ്ങൾ വെറുതെ വംശാവലി വായിച്ചിട്ട് ഇങ്ങനെ കേട്ട് വെളി പോകരുതല്ലോ. നിങ്ങൾക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാൽ എന്തെങ്കിലും പറയാം. പിന്നെ പാരമ്പര്യത്തിലെ കൂടെ നമ്മളിലും ചിലപ്പോ ആ ഒരു അനുഗ്രഹക്കുറവ് വന്നിട്ടുണ്ടാകാം. പൂർവികരിലെ പാപങ്ങളോ അല്ലെങ്കിൽ തിന്മയുടെ സ്വാധീനങ്ങളോ അത് അടുത്ത തലമുറകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടാം എന്ന്. ഓക്കെ, തീർച്ചയായും ജനറ്റിക്കലായ ചില കാര്യങ്ങളുണ്ട്, അത് ചിലപ്പോ ചില തലമുറകളിലേക്ക് കൈമാറാം. അപ്പൊ ശ്രദ്ധിക്കണം. ഓക്കെ, വേറെ എന്തെങ്കിലുമൊക്കെ? നമ്മളുടെ പൂർവികരുടെ ഗുണങ്ങളും ദോഷങ്ങളും ആ വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇനി വരും തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ വരുന്നവർക്ക് അതൊരു ചൂണ്ടുവലയാണ്. നിന്റെ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ നിന്റെ ദോഷവശങ്ങള്
നിന്നിൽ ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയിട്ടാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഒക്കെ കൂട്ടിച്ചേർക്കാട്ടോ. നല്ല കാര്യം, നിങ്ങൾ എന്നോടൊപ്പം ചേരുന്നു. ഓക്കെ, റിഫ്ലക്ഷൻസ് ആണ് നമ്മളിപ്പോ പറയുന്നത്. ഓക്കെ, ദൈവത്തിന്റെ ഇടപെടലും തെരഞ്ഞെടുപ്പും ഉള്ളവരിൽ ആണ് ഈ പാരമ്പര്യത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അന്നേരം അവർക്ക് കൃപ ഏത് ശുദ്ധമായിട്ടുള്ള തലമുറയായിരുന്നെങ്കിൽ പോലും പക്ഷെ അവരില് ആ വ്യക്തിത്വത്തില് കൃപ ഒഴുക്കുന്ന ഒരു പാരമ്പര്യം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പാണ് ഈ വംശാവലിയിൽ കാണുന്നത്. അന്നേരം നമ്മുടെ പൂർവികരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പാവക്കറകളോ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മൾ ഇനി ദൈവത്തോട് ചേർന്ന് നിന്ന് വിശുദ്ധരാകണം. അന്നേരം നമ്മൾക്ക് കൃപ ലഭിക്കും എന്നുള്ളതാണ് ഈ വംശാവലിയിൽ നിന്നും ലഭിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരാൾക്കും കൂടി ചാൻസ് തരാം. പാരമ്പര്യം മോശമാണെങ്കിലും കേൾക്കുന്നുണ്ടോ? ഓന്നേ, പറഞ്ഞോ. പാരമ്പര്യം എത്ര മോശമാണെങ്കിൽ നിരാശയ്ക്കുള്ള അവസരം ഇല്ല. എപ്പോഴും പ്രത്യാശയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാല് നമുക്കും വിശുദ്ധിയിലേക്ക് വളരാൻ സാധിക്കും. കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാനും വേണ്ട മാനസികാവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലെത്താനായിട്ട് ഈ ക്രിസ്തുവിന്റെ തന്നെ വംശാവലി നമ്മളെ സഹായിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, വേറെ കൺക്ലൂഡ് ചെയ്യാം. ആരെങ്കിലും ഒരാളും കൂടി കൺക്ലൂഡ് ചെയ്തോ വേണമെങ്കിൽ? നിങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഞാൻ എൻകറേജ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത്, ഹലോ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞോന്നേ, കേൾക്കാം. ഓക്കെ, പറഞ്ഞു. അതായത് ദൈവത്തിന് നമ്മൾ ഏത് തലമുറയിൽ ഏത് ജനിതക പാരമ്പര്യത്തിൽ നമ്മൾ ജനിക്കണമെന്ന് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ജനിതക അല്ലെങ്കിൽ ഈ പാരമ്പര്യത്തിൽ നമ്മൾ ജനിച്ചത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും എന്താണോ അത് നിവർത്തിക്കുകയാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഓക്കെ. നിങ്ങൾ പറഞ്ഞ ഒത്തിരി അഭിനന്ദനങ്ങൾ. എല്ലാവരും എന്തെങ്കിലും രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി സാധാരണഗതിയിൽ നമ്മുടെ കാരണവന്മാരെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരെയൊക്കെ വിലയിരുത്തിയത് ഒരുപക്ഷെ അവരുടെ തൊഴിലൊക്കെ ഉപയോഗിച്ചാണ്. തൊഴില്, അല്ലെ? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള തൊഴിലുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ തൊഴിലിന്റെ പേര് വെച്ചാണ് പലരെ പോലും വിളിക്കുന്നത് പോലും. അത് ചില വീട്ടുപേരുകൾ വരെ അത്തരത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പാരമ്പര്യത്തില് ചരിത്രത്തിലൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കാരണന്മാരെ വിളിച്ച പേരുകളൊക്കെയാണ് ചിലപ്പോൾ നിങ്ങൾ അറിയപ്പെടാനൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ. അങ്ങനെയുള്ള പേരുകൾ നമുക്ക് അഭിമാനബോധമാണോ അതെയോ സങ്കടമാണോ നൽകിയിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ഒരു ദുരഭിമാനത്തിനൊക്കെ ചിലത് കാരണമായിട്ടുണ്ടാവും, ചില ജോലികൾ ചെയ്തതിന്റെ പേരിലൊക്കെ. അപ്പൊ അത് നമുക്ക് നൽകിയതൊക്കെ എന്തായിരുന്നു? ഒരു തരം കുറഞ്ഞ സെൽഫ് എസ്റ്റീം ഒക്കെ ആയിരുന്നു. അയ്യോ, ഞങ്ങൾ ഇങ്ങനെയുള്ള വീടാണല്ലോ. ഇനി ഈശോയുടെ വംശാവലിയിൽ പറയുന്ന എല്ലാവരും നോക്കി അവർ പലതരത്തിലുള്ള തൊഴിലുകളൊക്കെ ചെയ്യുന്നവരായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ദൈവത്തിന്റെ സൃഷ്ടിയിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടില് തൊഴിലുകളോ ഇങ്ങനെയുള്ള ഒന്നുമല്ല മാനദണ്ഡമായിട്ട് മാറുന്നത്. ഇവിടെയാണ് ഈ സാർവത്രികത എന്നുള്ളൊരു വലിയ സന്ദേശം കൈമാറുന്നത്. സാർവത്രികത, യൂണിവേഴ്സലിസം. മനുഷ്യന്റെ ചിന്താഗതിയിൽ വംശാവലി എന്നൊക്കെ പറഞ്ഞ കാറ്റഗറൈസേഷൻ ആണ്. നീ യഹൂദൻ, നീ സമറിയാക്കാരൻ, നീ ഇന്ന ദേശത്തുകാരൻ, ഇങ്ങനെയൊക്കെയാണ്. അതേസമയം ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഓരോ വ്യക്തിയും നിമിത്തങ്ങളാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്തിനു വേണ്ടി? അത്യന്തികമായിട്ട് ക്രിസ്തുവിനെ കൈമാറാനുള്ള ഉപകരണമാണ്. അപ്പൊ നമ്മൾ ഒരു പക്ഷേ ഒരു ചങ്ങലയുടെ ഭാഗമാണ്. നമ്മിലൂടെ ചെയ്യുന്ന എല്ലാ നന്മകളും ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ നൽകാൻ കാരണമാണ്. അപ്പൊ MCC ദമ്പതികൾ എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന നന്മകൾ ഒരു പക്ഷേ പ്രതിഫലം ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവുകയില്ലായിരിക്കും. ഒരു പക്ഷേ അവഹേളനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകളോ ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. സാരമില്ല, ഒരു തലമുറ, എത്ര തലമുറ കഴിഞ്ഞാലും ചിലപ്പോൾ അതിന്റെ കൃപകൾ ആ കുടുംബത്തെ അനുധാവനം ചെയ്യും. ഓക്കെ, ഈ ഒരു ചിന്ത നമുക്ക് തീർച്ചയായിട്ടും സ്വീകരിക്കാം. അതുകൊണ്ട് വംശാവലി അത്യന്തികമായിട്ട് ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ്. അതിന്റെ ചരിത്രം എത്തി നിൽക്കേണ്ടത് ക്രിസ്തു എന്ന വ്യക്തിയിൽ ആണ്. അതുകൊണ്ട് ഓരോ ഭവനവും ക്രിസ്തുവിൽ പണിയപ്പെടേണ്ടതാണ്. നമുക്ക് അങ്ങനെയാണ് ഈ വംശാവലിയുടെ ഈ ചെറിയ ഭാഗം ഞാൻ നിർത്തുകയാണ്. രണ്ടാമത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം ഏതായിരിക്കും? ആദ്യം എഴുതപ്പെട്ട സുവിശേഷം ഏതായിരിക്കും? മർക്കോസ് ആണ്. തീർച്ചയായിട്ടും അപ്പുറം പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം AD 65-70 കാലഘട്ടത്തിലാണ് അത് എഴുതപ്പെട്ടത്. 1-ാം നൂറ്റാണ്ടാണത്. ഓക്കെ, AD ആദ്യ നൂറ്റാണ്ട്, അപ്പൊ 1-ാം നൂറ്റാണ്ട്. നമ്മളിന്ന് പരാമർശിക്കുന്ന മത്തായിയുടെ സുവിശേഷം പണ്ഡിതാഭിപ്രായം അനുസരിച്ച് AD 75-90 കാലഘട്ടത്തിലാണ്.
കാരണം ജെറുസലേമിന്റെ നാശമൊക്കെ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ടല്ലോ, ജെറുസലേം തകർന്നു വീഴും എന്നുള്ളതൊക്കെ. അപ്പൊ ആ കാലഘട്ടത്തിലാണ് എഴുതിയത്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ ശരിക്കും അങ്ങനെയാണെങ്കിൽ ആദ്യം എഴുതിയ സുവിശേഷമല്ലേ ആദ്യം വരേണ്ടത്? മത്തായി അല്ല വരേണ്ടത്, മാർക്കോസ്, മത്തായി, ലൂക്ക, യോഹന്നാൻ എന്നൊക്കെയാ വരേണ്ടത്. അതേസമയം വന്നിരിക്കുന്നത് എന്താണ്? മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിരിക്കുന്നത്? ഒരു ക്രമം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു പക്ഷെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല്, ഒന്നാമത്തേത് സ്ലീഹന്മാര്, മത്തായി സുവിശേഷകൻ ഈശോയുടെ സ്ലീഹയാണ്, 12 ശിഷ്യന്മാരിൽ ഒരാളാണ്. അത് ഈ സമാന്തര സുവിശേഷങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആദ്യത്തെ 3 സുവിശേഷങ്ങളെ സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറയും. പിന്നെ യോഹന്നാൻ ശിഷ്യനാണ്. പക്ഷെ ഈ സമാന്തര സുവിശേഷങ്ങളാണ് ആദ്യം വരുന്നത്. അപ്പൊ ഒന്നാമത്തെ കാരണം, ഈ 3 സമാന്തര സുവിശേഷങ്ങളിൽ ഒരു ശിഷ്യന്റെ പേരിൽ വരുന്ന സുവിശേഷം മത്തായിയുടേതാണ്. ബാക്കി രണ്ടും ലൂക്കായും മാർക്കോസും ശിഷ്യന്മാരല്ല, മറിച്ച് ശിഷ്യന്മാരുടെ ശിഷ്യരാണ്, സഹകാരികളാണ്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യമുണ്ട്. രണ്ടാമത്തേത്, മറ്റു 2 സുവിശേഷങ്ങളെക്കാൾ ഈശോയുടെ ജീവിതം സമഗ്രതയിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ വിവരിക്കുന്ന ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. ലൂക്ക, ഈ മാർക്കോസൊക്കെ ആകട്ടെ കുറച്ചൊരു ചെറിയ സുവിശേഷമാണ്. അതിന് കൂടുതൽ കാര്യങ്ങൾ ഈശോയെ പറ്റിയുള്ളത് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ 2-ാം നൂറ്റാണ്ടിലെ ഏറ്റവും അധികം ആദിമ ക്രിസ്തീയ സമൂഹങ്ങളുടെ ഇടയിൽ, സഭകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആധികാരികമായിട്ട് മത്തായിയുടെ സുവിശേഷമാണ്. അതോടൊപ്പം തന്നെ വേറൊരു കാരണം, ഈ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് ഒരു ചരിത്രപരമായ ഒരു മാറ്റം, അത് പഴയ നിയമത്തിന്റെ പല കാര്യങ്ങളും ഏറ്റവും ആവേശത്തോടെ പരാമർശിക്കുന്ന സുവിശേഷം മറ്റേത് സുവിശേഷത്തെക്കാളും മത്തായിയുടെ സുവിശേഷമാണ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കണം എന്നുള്ള, അല്ലെ, ഇത് നിയമവും പ്രവാചകന്മാരും വിശുദ്ധ എന്ത് പറയുന്നത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. അപ്പൊ അത്തരം കാരണങ്ങളാലാണ് മത്തായിയുടെ സുവിശേഷത്തെ ആദ്യം തന്നെ കൊണ്ടുവരുന്നത്. ഓക്കെ, അതൊരു ഒരു ജനറൽ നോളേജ് ആയിട്ട് നിങ്ങൾ എടുക്കുക. മറ്റൊന്ന്, ഈ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ, ഈ വംശാവലി ആരംഭിക്കുന്നത് അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ. നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ ഒരു എത്തും പിടിയും കിട്ടില്ല. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ, 2 അപ്പന്മാർ ഒരേ സമയം. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ. അപ്പൊ ഇവിടെ അബ്രാഹത്തിന്റെ പുത്രൻ എന്ന് ദാവീദിനെയാണോ പറയുന്നത്, ഈശോയാണോ പറയുന്നത്? പക്ഷെ അത് അതിന്റെ ഹെഡിങ് അങ്ങനെയാണ്. അപ്പോ ഇവിടെ അബ്രാഹത്തിന്റെ പുത്രൻ എന്ന് എന്തുകൊണ്ടാണ് ഈ സുവിശേഷകൻ എഴുതുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദാവീദിന്റെ പുത്രൻ എന്ന് എഴുതുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടൊരു യഹൂദ പശ്ചാത്തലത്തിലാണ് ഈ സുവിശേഷം രചിക്കുന്നത്. പാലസ്തീനയിലെ ചിതറിപ്പാർക്കുന്ന യഹൂദർക്ക് വേണ്ടിയാണ് മത്തായി സുവിശേഷം എഴുതുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് യഹൂദർക്ക് മനസ്സിലാകുന്ന ഒരു പ്രവചന പൂർത്തീകരണമായിട്ട് ഈശോയെ അവതരിപ്പിക്കണം. അപ്പോ ദാവീദിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണെന്ന് ചോദിച്ചാല്, 2 സാമുവേൽ 7-ാം അധ്യായം നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കേണ്ട ഒരു സുവിശേഷമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മിശിഹ പ്രവചനമാണ് 2 സാമുവേൽ 7:12 മുതൽ 16 വരെ. അപ്പൊ അതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാല്, നാഥാൻ പ്രവാചകൻ നമ്മുടെ ദാവീദ് രാജാവിനോട് വന്ന് പറയും, ദേവാലയം പണിയാൻ ആഗ്രഹം പ്രകടിപ്പിക്കും, നീയല്ല നിന്റെ പുത്രനായിരിക്കും ദേവാലയം പണിയുക. ഒപ്പം തന്നെ പറയും, അവന്റെ സിംഹാസനം സുസ്ഥിരമായിരിക്കും, അല്ലെ, എല്ലാ തലമുറയും എല്ലാ ദേശവും അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ആരാണ് ഈ ദാവീദിന്റെ പുത്രൻ? അപ്പൊ യഹൂദർ വിശ്വസിച്ചിരുന്നു ഇസ്രായേലിനെ ഭരിക്കുന്ന എല്ലാ രാജാക്കന്മാരും ദാവീദിന്റെ പുത്രനാണ്. അപ്പൊ വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ ഒരു പുത്രൻ എന്നുള്ളത് തീർച്ചയായിട്ടും ആരായിരിക്കും? അതാണ് മിശിഹ എന്ന് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മത്തായിയുടെ സുവിശേഷകൻ ഉറപ്പായിട്ടും തുടക്കം തന്നെ എന്ത് പറഞ്ഞിരിക്കണം? ദാവീദിന്റെ പുത്രൻ എന്ന് പരാമർശിക്കണം. അല്ലെങ്കിൽ ഈശോയ്ക്ക് സാങ്കത്യമില്ല. ഈശോയെ അവഹേളിക്കാതിരിക്കണമെങ്കിൽ, ജനം അംഗീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ ആരാണെന്ന് പറയണം. അതുകൊണ്ടാണ് ഓശാനയ്ക്ക് വിളിക്കുന്നത് എന്താണ്? ദാവീദിന്റെ പുത്രന് ഓശാന. ഉണ്ടോ? നീ ദാവീദിന്റെ പുത്രനാണ്. അന്ധയാചകൻ ഈശോയോട് വിളിക്കുന്നത് എന്താണ്? ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. ഉണ്ടോ? അപ്പോൾ സത്യത്തില് യഹൂദര് വിശ്വസിച്ചിരുന്നത് ഒരു രാഷ്ട്രീയ രക്ഷകനെയാണ്. രാഷ്ട്രീയപരമായിട്ട് പൊളിറ്റിക്കൽ മിസായ എന്ന് പറയും, മിശിഹ പൊളിറ്റിക്കൽ. തിരിച്ചറിയേണ്ട ഒരു വലിയൊരു വസ്തുതയാണ് ക്രിസ്മസ് കാലഘട്ടത്തിൽ. നമ്മുടെ ഈശോയുടെ പിറവിയൊക്കെ ആഘോഷിക്കുമ്പോൾ ഈ ജനം കാത്തിരുന്ന മിശിഹ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രതീക്ഷയില് ദാവീദിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ രാജ്യവും ചെങ്കോലും പരിവാരങ്ങളും ഉള്ള ഒരു മിശിഹയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്.
വെറുതെ ഒരു കാലിത്തൊഴുത്തിൽ ഒരു പാവപ്പെട്ട നിസ്സഹായനായിട്ട് പിറക്കുന്ന ഒരാളെയല്ല അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ മിശിഹ കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഉതപ്പായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ യഹൂദര് രാജാവായി കാണാൻ പോലും ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ദാവീദിന്റെ യഹൂദരുടെ രാജാവാന്നൊക്കെ പറഞ്ഞ് പീലാത്തോസ് വിധിവാചകം അവിടെ കുരിശയില് തറച്ചു വെച്ചപ്പോ യഹൂദർക്ക് അത് ഉറപ്പായി മാറി. അപ്പൊ ഞങ്ങളുടെ രാജാവൊന്നുമില്ല. കാരണം അതാണ്, ഞങ്ങളുടെ രാജാവ് മിശിഹ ഇങ്ങനെയൊന്നും അല്ല വരുന്നത്. അവൻ പ്രതാപത്തോടെ വരുന്നവനായിരിക്കും. രാജകീയം എല്ലാ ചേഷ്ട ഇതൊക്കെ ശരീരഭാഷ അല്ലെങ്കിൽ വസ്ത്രധാരണം പ്രൗഢി ഇതിലൂടെയൊക്കെ ആയിരിക്കും വരുന്നത്. ഇവനെങ്ങനെ ഈ തച്ചന്റെ മകൻ നാടോടി എങ്ങനെ മിശിഹായായിട്ട് മാറും? ഇന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ സത്യത്തില് ഏത് മിശിഹായാണ് നമ്മുടെ ഹൃദയങ്ങളിൽ അവതരിക്കുന്നത്? ഒരു രാഷ്ട്രീയ തലത്തിലുള്ള ശക്തനായ ഒരു മിശിഹായാണോ, അതെയോ ദൈവം മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിച്ച വിരുദ്ധമായ ഒരു മിശിഹായാണോ? ഏത് പാവപ്പെട്ട നിസ്സഹായനായ തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒരു വ്യത്യസ്തനായ ഒരു മിശിഹ. അപ്പൊ നോക്കിയ രണ്ട് സങ്കല്പങ്ങളുടെ കോൺഫ്ലിക്റ്റ് ആണ് ക്രിസ്മസ് കാലം. അതായത് ഒന്ന് രാഷ്ട്രീയ മിശിഹ, പ്രതാപമുള്ള ഒരു മിശിഹ അവതരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കാഴ്ചപ്പാട്, ദൈവം മനുഷ്യനെ കളിയാക്കുകയാണ് ശരിക്കും. കളിയാക്കാന്ന് പറഞ്ഞാല് അവന്റെ കാഴ്ചപ്പാടിനെ പരിഹസിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. നോ, ദിസ് ഈസ് നോട്ട് മൈ മിസായ. ഞാൻ അവതരിപ്പിക്കുന്ന മിശിഹ നിങ്ങളുടെ ഭാവനയിൽ നിന്നും സങ്കല്പത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തൻ ആണ്. ഇതുകൊണ്ടാണ് ക്രിസ്തീയത ഒരു എന്താ പറയാ ഉതപ്പായിട്ടൊക്കെ മാറുക, യഹൂദർക്ക് ഇടർച്ചയായിട്ടൊക്കെ മാറുന്നതൊക്കെ ഇതുകൊണ്ടാണ്. ഇത്തരത്തിലൊരു മതസങ്കല്പം ചരിത്രത്തിലില്ല. നിങ്ങൾ ഏത് മതസങ്കല്പം നോക്കിക്കോ, ആ ദൈവം ശക്തനായിരിക്കും, പ്രതാപശാലിയായിരിക്കും, ധീരനായിരിക്കും. അപ്പൊ ഈശോയുടെ പ്രലോഭനങ്ങൾ തന്നെ നോക്കി, 3 കല്ലിനെ അപ്പമാക്ക്, നീ പ്രതാപത്തിലേക്ക് വരും, ദേവാലയത്തിൽ നിന്ന് ചാട്, നിനക്ക് കയ്യടി കിട്ടും, എന്നെ നീ കുമ്പിട്ടാലായി നിനക്ക് സ്വത്തൊക്കെ തരാം കേട്ടോ. അപ്പോൾ ഈശോയ്ക്ക് പ്രലോഭനം എന്താണ്? ജനത്തിന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു മിശിഹ നിനക്ക് ആകാൻ പറ്റുമോ ഇല്ലയോ? ആകാണെങ്കിൽ നിനക്ക് എളുപ്പമാണ്, ആയില്ലെങ്കിൽ നിന്റെ ജീവിതം പ്രശ്നമായിരിക്കും. ഓക്കെ, ഒന്ന് സംസാരിക്കാം പരസ്പരം. നമ്മൾ സഭയിലായിരിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു മിശിഹ സങ്കല്പം, ദൈവത്തിന്റെ പുത്രൻ ജനിക്കുന്നു, അത് ഏത് തരം സങ്കല്പമാണ് ചുറ്റുപാട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ഏത് സങ്കല്പത്തിനാണ് ഇപ്പൊ പ്രസക്തി ഉള്ളത്? ഈ പതിതനായ പാവപ്പെട്ട മിശിഹായ്ക്കാണോ, അതെയോ വിസിബിലിറ്റി എന്ന് പറയും, പള്ളിയൊക്കെ നോക്കി എത്ര ശക്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു, രാജകൊട്ടാരം പോലെയൊക്കെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം വിരുദ്ധ ചിന്തയാണ് കേട്ടോ. അപ്പോ ശരിക്കും ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ പതിതരുടെ പാവപ്പെട്ടവരുടെ ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മുടെ ഇതിന്ന് കാഴ്ചപ്പാടുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ തന്നെ പള്ളിയൊക്കെ പോയി മാറ്റം ഇങ്ങനെയല്ല, നമ്മൾ അങ്ങനെയല്ല കുടിലുകളിലേക്ക് പോകാന്നല്ല പറയുന്നു. വെച്ച് ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവില് ദൈവസങ്കല്പം മിശിഹ എന്നുള്ളത് ഇതാണ്. വെറുതെ ഒന്ന് സംസാരിച്ചു നോക്കിയാൽ നിങ്ങൾ. ആരെയും നമ്മൾ വിമർശിക്കാൻ വേണ്ടിയൊന്നുമല്ല കേട്ടോ, നമുക്ക് ഇതൊക്കെ പറയാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, പ്രവർത്തിക്കുക എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് എത്ര പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷെ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ദ ബൈബിൾ. മിശിഹ ഒന്ന് സംസാരിക്കാം. അച്ഛാ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ദൈവത്തിന് നമ്മൾ ഈ സങ്കല്പം പറയുമ്പോൾ അച്ഛൻ തന്നെ ഒരു പ്രസംഗത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നത്, നമ്മളിപ്പോ ഒരു ഉണ്ണീശോ നമ്മളോട് പറയുന്നത് എന്നെ ഒന്ന് എടുക്കൂ, എനിക്ക് പാല് തരൂ, അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഉണ്ണീശോയൊക്കെ നമ്മൾ ഒരു ദൈവത്തിനെ നമ്മൾ എടുക്കുക, അതിനെ കൊഞ്ചിക്കുക, പാല് കൊടുക്കുക, അങ്ങനെ രീതിയിൽ ആ ദൈവം അത്ര നിഷ്കളങ്കനായോ നിസ്സഹായനായോ നിൽക്കുന്ന ഒരു ദൈവം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ അപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ദൈവത്തിന്റെ സങ്കല്പം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ അമ്മയുടെ ഉദരത്തിലാണെങ്കിൽ ആ ഉദരത്തിലുള്ള കുഞ്ഞിനോട് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ആ ഉദരത്തിൽ അത്രയും നമ്മൾ ചെറുതാവേണ്ടത് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിനോട് അവൻ്റെതായ അപ്പോ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വലുപ്പം അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം അവന് പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് മനുഷ്യന്റെ ജന്മം എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ദൈവം മനുഷ്യന് വേണ്ടി ദൈവം ചെറുതാവാതെ നിവർത്തിയില്ല. അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഓക്കെ, വെരി ഗുഡ്. ഒരു നല്ലൊരു ഇൻകാർണേഷന്റെ ഒരു വലിയൊരു ഒരു രീതിയാണ് ആ പറഞ്ഞത് കേട്ടോ. ഞാനത് പറഞ്ഞത് അതായത് സമ്മർദ്ദമില്ലാത്ത സാന്നിധ്യമായിട്ട് മാറും. ഏത് സാധാരണക്കാരനും സമീപിക്കാവുന്ന തരത്തിലേക്ക് ദൈവം താഴുന്നു.
അപ്പൊ അത് വളരുന്നവനെ വളർച്ച അല്ലെങ്കിൽ ഉയർന്നവനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത്രയ്ക്ക് ശ്രേഷ്ഠതയുള്ള വ്യക്തിക്കാണ് താഴ്ന്നവനോട് താതാത്മ്യപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോ അത് വിപിൻ പറഞ്ഞത് ഓർത്തിരിക്കുന്നത് വലിയൊരു കാര്യം. ഓക്കെ, വേറെ ആർക്കെങ്കിലും? നിങ്ങൾ എനിക്ക് തോന്നിയത് അന്ന് യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തില് യഹൂദർക്ക് മിശിഹായെ പറ്റി ഉണ്ടായ ഒരു ചിന്ത ഇന്നിപ്പോ യേശു പിന്നെ തനിക്ക് ശേഷം വരുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വിളിക്കപ്പെട്ടവരായിട്ട് ക്രിസ്തുവിന്റെ അനുയായികളായിട്ട് ഉണ്ടായിരിക്കേണ്ട ആളുകളുടെ ഒരു ക്വാളിറ്റി, യേശു തന്നെ ആഗ്രഹിച്ച ക്വാളിറ്റി ഇന്ന് നമുക്ക് ആർക്കെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ഏറ്റവും അവസാനം യേശു പോകുമ്പോൾ പറയുന്നത്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തന്നിട്ട് പോകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. എനിക്കറിയില്ല അങ്ങനെ ഒരു സ്വർഗരാജ്യത്തിലേക്ക് യേശു വിവക്ഷിച്ച സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യരായ ആളുകൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നു. ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ സ്നേഹമാണ് നമ്മളെ ചെറുമയിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെ? വലിപ്പ ചെറുപ്പങ്ങളെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ ക്വാളിറ്റി സ്നേഹം മാത്രമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ദൈവം സ്നേഹമാവുന്നെന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു ചെറുതാകുന്ന ഒരു ദൈവത്തിനാണ് പൂർണ്ണതയിൽ പറയാൻ പറ്റുകയുള്ളൂ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഓക്കെ, ഇപ്പോ നമ്മൾ ഒരു രക്ഷാകർത്താവിന്റെ റോൾ എടുത്തിട്ട് നിന്നാലും ഒരിക്കലും പൂർണ്ണതയിൽ കൂടെയുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നവരേയില്ല. അതേസമയം കുട്ടികളുടെ കൂടെ കളിക്കുകയും ആടുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് തോന്നും ഐ ആം പാർട്ട് ഓഫ് ഇറ്റ്, അല്ലെ? ഇവിടെ ഭാഗമാണെന്നൊരു ചിന്ത വരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസിന്റെ വലിയൊരു സന്ദേശം ഒരു പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ടത്, ദൈവം എന്തുകൊണ്ട് ചെറിയവനായി? അതെങ്ങനെ സാധിക്കും? അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അതാണ് ബൈബിൾ പറയാൻ സാധിക്കും. ഇതിനെ മറ്റൊരു വാക്കി പറഞ്ഞാൽ കരുണ. അതുകൊണ്ട് യോഹന്നാൻ 3:16 എപ്പോഴും പറയും, ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു വചനഭാഗമാണ്. ഒരു പക്ഷേ സുവിശേഷങ്ങളുടെ ആകെ അന്തസത്ത അതാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ഒരു ചിന്തയാണ് ക്രിസ്മസിന്റെ സന്ദേശമായിട്ട് കൈമാറേണ്ടത്. ഓക്കെ, രണ്ടാമത്തേത് ഇവിടെ അബ്രാഹത്തിന്റെ പേര് പറയും. അബ്രാഹത്തിന്റെ പുത്രൻ എന്ന് പറയും. സത്യത്തിൽ അവിടെ ഒരു ഹീബ്രു ട്രാൻസ്ലേഷൻ സീഡ് ഓഫ് അബ്രഹാം എന്നാണ്. അബ്രാഹത്തിന്റെ വിത്ത് എന്ന അർത്ഥത്തിലാണ് സന്തതി എന്ന വാക്ക് പറയുന്നത്. യരദ് എന്നൊരു പദം ഉപയോഗിക്കും, എന്നുവെച്ചാൽ വിത്ത് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ അബ്രാഹത്തിന്റെ ഒരു മകന്റെ പ്രത്യേകത എന്താണ്? അബ്രാഹത്തിന്റെ മകനെ പറ്റി പറയുന്നത് ഉൽപ്പത്തി 12-ലൊക്കെയാണ്. 12:3 അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനത്തിൽ പറയും, നീ ഒരു അനുഗ്രഹമായിരിക്കും, ഭൂമിയിലെ എല്ലാ ജനതകളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രിസ്തു അബ്രാഹത്തിന്റെ പുത്രനാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ക്രിസ്തുവിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. എനിക്കറിയില്ല നിങ്ങൾക്കത് വിശ്വാസമാണോ എന്ന്. 2000 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ ക്രിസ്തുവിന് ശേഷം എത്തി നിൽക്കുമ്പോൾ ക്രിസ്തു അനുഗ്രഹമാണോ ഈ കാലഘട്ടത്തിലും? നമ്മൾ 2000 വർഷം എടുക്കുന്നു. അന്ന് ഈശോ ജീവിച്ചിരുന്നപ്പോൾ പാലസ്തീനയുടെ തെരുവീതികളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അവനിലൂടെ കൈവന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം, പൈശാചികമായ അടിമത്തങ്ങളിൽ നിന്ന് ഒരുപാട് പേർ വിമുക്തരായി. പിശാചിന്റെ ഭരണം. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം പറയുന്ന വാക്ക് ദൈവഭരണം, പിശാചിന്റെ ഭരണം. ദൈവഭരണം, ദൈവഭരണത്തിലേക്ക് കൊണ്ടുവരിക. എന്താണ് ദൈവഭരണം? അത് ദൈവരാജ്യ സങ്കല്പം തന്നെയാണ് ദൈവഭരണം. അവിടെ രോഗങ്ങളില്ല, അടിമത്തങ്ങളില്ല, തിന്മയുടെ സ്വാധീനമില്ല. എല്ലാവരും ക്രിസ്തുവിൽ മക്കൾ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാര്. രോഗങ്ങളില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം സൗഖ്യാനുഭവങ്ങളുണ്ട് എന്നർത്ഥം. വിടുതൽ, എവിടെയും വിടുതലിന്റെ അനുഭവങ്ങൾ, ലിബറേഷൻ. ഓക്കെ, അപ്പൊ ക്രിസ്തുവിന്റെ ഈ ഒരു സാന്നിധ്യം എനിക്കിന്ന് അനുഗ്രഹമാണോ? എന്നിലൂടെ ക്രിസ്തു ഉണ്ടെങ്കിൽ ഞാനും തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. ഇപ്പൊ സഭ അതുകൊണ്ട് എന്തായി മാറണം? ക്രിസ്തുവിനെ നൽകുന്ന അനുഗ്രഹത്തിന്റെ ഒരു സാന്നിധ്യമായിട്ട് മാറണം. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ MCC ദമ്പതികള്, മിഷണറി കപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ദമ്പതികൾ എന്ന രീതിയിൽ നമ്മൾ കൈമാറുന്നത് എന്താണ്? അനുഗ്രഹമാണ് കൈമാറുന്നത്. അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം,
നിന്നിലൂടെ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും, എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഒരു വ്യക്തിക്ക്, ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഇത് മാത്രമാണ്. ബി എ ബ്ലെസ്സിങ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇത് കുടുംബമാകാം, ദാമ്പത്യമാകാം, എൻ്റെ ഒരു നിർബന്ധിത ബുദ്ധിയായിരിക്കണം, ഐ വിൽ ബി എ ബ്ലെസ്സിങ്, ഞാൻ ഒരു അനുഗ്രഹം ആകും. അതിന് തടസ്സമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്വാർത്ഥതയാണ്, ഞാനെന്ന ഭാവം. പലർക്കും സ്നേഹം എന്താണെന്ന് പോലും അറിയില്ല. സ്നേഹത്തെ കാമമായിട്ട് കാണുന്നവരുണ്ട്, എൻ്റെ സുഖം മാത്രം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. ഇവർക്ക് ഒരിക്കലും അനുഗ്രഹമായിട്ട് മാറാനായിട്ട് പറ്റില്ല. അപ്പോൾ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം നമ്മിലൂടെയും നിറവേറപ്പെടണം. അതുകൊണ്ട് നമ്മളെല്ലാവരും അബ്രാഹത്തിന്റെ മക്കളാണ്. തീർച്ചയായിട്ടും അത് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കണം. ഓക്കെ, ഒരു നിമിഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച്, ഞാൻ നിനക്ക് ഒരു അനുഗ്രഹമാണോ ശരിക്കും എൻ്റെ സാന്നിധ്യം, എൻ്റെ ജീവിതം? രണ്ടാമത്, നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ ഒരു അനുഗ്രഹമാണോ? നമ്മുടെ കുടുംബം ഒരു അനുഗ്രഹമാണോ? അങ്ങനെയൊക്കെ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഞാൻ അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ്. നമ്മൾ 2-ാം വാക്യം തുടങ്ങി 16-ാം വാക്യം വരെയുള്ളത് വംശാവലിയുടെ പൂർണ്ണ രൂപമാണ്. അപ്പൊ അവിടെ അതിലൂടെ പറയുന്നത് അബ്രാഹാം തുടങ്ങി ജോസഫ് വരെയുള്ളവരുടെ പേരുകളാണ് പറയുന്നത്. അബ്രാഹാം മുതൽ ജോസഫ് വരെ. ജോസഫ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ വളർത്തുപിതാവായ ജോസഫ്, അവിടം വരെയുള്ള ചരിത്രം പറയുന്നത്. അപ്പൊ തിരിച്ചറിയേണ്ടത്, ജോസഫിന്റെ രക്തത്തിൽ നിന്നല്ല ആര് ജനിച്ചിരിക്കുന്നത്, ഈശോ ജനിച്ചിരിക്കുന്നത് മറിയത്തിന്റെ രക്തത്തിൽ നിന്നാണ്. അത് സുവിശേഷം പറയാൻ ആഗ്രഹിക്കുകയാണ്. മറിയത്തിന്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ അർത്ഥം ഈ ഒരു തലമാണ്, ലീഗൽ ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ഫാദറാണ് ആര് ഒരു ജോസഫ് വരെയുള്ളൂ. അപ്പൊ ദത്ത് പുത്രൻ എന്നാണ് അവിടെ പറയാൻ ആഗ്രഹിക്കുക. ഇപ്പോ ഈ വംശാവലിയിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ദാവീദിലൂടെ, ഈ ജോസഫിലൂടെ ദാവീദിലേക്ക് എത്തിക്കുന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാല്, നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദാവീദിന്റെ സിംഹാസനം അവകാശമായിട്ട് ലഭിക്കുന്ന ആളാണ്, ദാവീദിന്റെ സിംഹാസനം അവകാശമായിട്ട് ലഭിക്കേണ്ട ആളാണ് മിശിഹ, വരാനിരിക്കുന്ന മിശിഹ. അപ്പൊ മിശിഹ ആരാന്ന് നിർണയിക്കാൻ വേണ്ടി എല്ലാവരുടെയും വംശാവലി എടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു, ഈശോയുടെ വരവൊക്കെ കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ യഹൂദരും ഈ വംശാവലിയൊക്കെ തയ്യാറാക്കുമായിരുന്നു എന്നാ പറയുന്നത്. കാരണം ഏതാണ് മിശിഹ, ആരാണ് മിശിഹ എന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ട് എല്ലാവരുടെയും വംശാവലിയൊക്കെ സൂക്ഷിക്കുമായിരുന്നു. ഇപ്പൊ നമുക്കൊക്കെ 3 പേരുടെ പേരൊക്കെ പറയാനേ പറ്റുള്ളൂ. അവര് അബ്രാഹാം വരെ എത്തിക്കുന്ന രീതിയിൽ അവരൊക്കെ ആളുകളുടെ പേരും അതൊക്കെ കണ്ടുപിടിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ബാബിലോൺ പ്രവാസം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ബാബിലോൺ പ്രവാസം വളരെ പ്രാധാന്യമുള്ളതാണ്. എസ്രാ നെഹമ്യയാണ് ഈ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ഈ യഹൂദരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് വീണ്ടും അവർക്ക് നിയമമൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവരുടെ കാഴ്ചപ്പാടില് ഈ ബാബിലോൺ പ്രവാസത്തിന് പോകാത്തവരൊന്നും യഥാർത്ഥ യഹൂദരല്ല, കലർപ്പുള്ള യഹൂദരായിട്ട് മാറി. അപ്പോ ദൈവത്തിന്റെ ഒരു ഇടപെടലായിരുന്നു ബാബിലോൺ പ്രവാസം. അപ്പൊ യഹൂദിൽ നിന്ന് അവരെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയി. അപ്പൊ അതൊരു പെർജിങ് മൂവ്മെന്റ് ആയിരുന്നു, എന്ന് വെച്ചാൽ വിശുദ്ധീകരണ മാർഗവും കൂടിയായിരുന്നു. അതുകൊണ്ട് ആരൊക്കെ ബാബിലോൺ പ്രവാസത്തിൽ പോയോ അവരെ മാത്രമേ യഥാർത്ഥ യഹൂദരായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവര് അവശിഷ്ട ഭാഗം എന്നൊരു പദം ഉപയോഗിക്കുന്നത്, അവശിഷ്ട ഭാഗം. അപ്പോൾ മിശിഹ വരുന്നത് എവിടെ നിന്നായിരിക്കും? ഈ അവശിഷ്ട ഭാഗത്തിൽ നിന്നായിരിക്കും. അതുകൊണ്ട് ഈശോയുടെ വംശാവലിയിൽ അവർ ബാബിലോൺ പ്രവാസത്തെ പറ്റി പരാമർശിക്കും. അതിനാല് ബാബിലോൺ പ്രവാസത്തിൽ പോയവർ മാത്രമേ മിശിഹായാകാനായിട്ടുള്ള സാധ്യതയുള്ളൂ, അവരിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് യഹൂദരുടെ ഇടയിൽ ഈ വംശാവലിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. വിശ്വാസത്തെക്കാൾ ഉപരി ഇവര് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കുടുംബത്തിന്റെ വംശാവലിക്കായിരുന്നു. നിങ്ങൾ 1 തിമോത്തി 1:4 എടുത്ത് നോക്കി, പൗലോസ്ലീഹ എന്നിട്ട് ഇതിനെപ്പറ്റി വിമർശിച്ച് പറയുന്നുണ്ട്. അമിതമായ വംശാവലിയില് അതിന്റെ കൂടിയാലോചനകളും അതുണ്ടാക്കലിലും ഭ്രമിക്കാതെ വിശ്വാസം മുറുകെ പിടിക്കുക. ഏത്? ക്രിസ്തുവിലുള്ള വിശ്വാസം. 1 തിമോത്തി 1:4 ഇത് പറയുന്നുണ്ട്, 6:4 ഇത് പറയുന്നുണ്ട്. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ വീണ്ടും പറയുന്നുണ്ട് 3:9. അപ്പോൾ ഈ ശാസന പോലെയാണ് പൗലോസ്ലീഹ ഇത് പറയുന്നത്. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നോക്കി, തോമാസ് ലീഗ വന്നതുകൊണ്ട് മാത്രം കുറെ പേര് തോമാസ് ലീഗയുടെ പേരും പറഞ്ഞിട്ട് കിടപ്പുണ്ട്. ഞങ്ങൾ ശങ്കരപുരിയിൽ ജനിച്ചവരാണ്, അതാണ് ഇതാണ്. ചില സുറിയാനി കത്തോലിക്കരൊക്കെ വെറുതെ ഇരുന്നിട്ട് ഇത് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഇങ്ങനെ
ഇന്ന കുടുംബത്തിൻ്റെതാണ്, ശങ്കരമംഗലം കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം വെറുതെ. അപ്പൊ അവർക്ക് വിശ്വാസം എന്നല്ല പ്രധാനപ്പെട്ടത്, പിന്നെ ഏതാണ്, ഞങ്ങൾ ആ കുടുംബത്തില് ജനിച്ചു. ഈ സീറോ മലബാർ സഭയിലെ കുറെ പ്രശ്നങ്ങളൊക്കെ ഈ സാധനമാണ്, ഈ സമുദായമാണ് മെയിൻ സാധനം. പാരമ്പര്യം വേണം, അതുകൊണ്ട് പാരമ്പര്യം ഞങ്ങൾ ഇങ്ങനെയാണ്. വിശ്വാസമല്ല പ്രധാനപ്പെട്ടത്. അപ്പൊ ഇത് യഹൂദരെ സംബന്ധിച്ചോളം മിശിഹ വന്നിട്ടില്ല, മിശിഹ വരാൻ വേണ്ടി അവര് മിശിഹായുടെ വംശാവലി, ഇനി ഞങ്ങളുടെ കുടുംബത്തിലെങ്ങാനും മിശിഹ ജനിച്ച വംശാവലിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ മിശിഹ അല്ല എന്ന് പറയും. നിന്റെ അമ്മ അങ്ങനത്തെ ആയിരുന്നല്ലോ എന്നൊക്കെ പറയും. അതുകൊണ്ട് നേരെ 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 ക്ലീൻ ആയിട്ട് വയ്ക്കും. പക്ഷെ ഈശോയുടെ വംശാവലിയിൽ കണ്ടോ, മറ്റുള്ളവരൊക്കെ കയറി വരുന്നുണ്ട്. അവര് ദോഷക്കാരെന്ന് മോശക്കാരെന്ന് വിലയിരുത്തിയവരൊക്കെ താമാറും ഇവരൊക്കെ കയറി വരുന്നു. നോക്കുക. അപ്പോൾ അമിതമായ സാമുദായിക ചിന്ത, കുടുംബ മഹിമ, പാരമ്പര്യം, ഇതൊന്നും ബൈബിളിന്റെ സ്വഭാവത്തിൽ പെട്ടതല്ല. ഓക്കെ, അത് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ കല്യാണം ആലോചിക്കുമ്പോ ഒക്കെ നോക്കും, ചിലതൊക്കെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്വഭാവമൊക്കെ നോക്കുമ്പോ ചിലപ്പോ ചില സ്വാധീനങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അമിതമായിട്ട്, അതുകൊണ്ട് ഈശോയിൽ വിശ്വസിക്കുമ്പോൾ തുറന്ന് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഗോ ബിയോണ്ട് ബൗണ്ടറീസ്, അതിരുകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈശോയുടെ വംശാവലിയിൽ വന്നിരുന്ന കുറെ സ്ത്രീകള്, 5 സ്ത്രീകളാണുള്ളത്. 1 താമാറ്, 2 റാഹാബ്, 3 റൂത്ത്, 4 ബത്ശബ, 5 മറിയം. ഓക്കെ, ഈ 5 സ്ത്രീകളുടെ പേരാണ് പരാമർശിക്കുന്നത്. ഇവരിലെല്ലാവർക്കും ചരിത്രമുണ്ട്, എല്ലാവർക്കും ചരിത്രം. വെറും ചരിത്രമല്ല, മോശം ചരിത്രം. താമാർ ആരാണ്? യൂത എന്ന മനുഷ്യനെ വഴിയില് വേഷപ്രച്ഛന്നയായിട്ട് നിന്നിട്ട് വശീകരിച്ച, അല്ലെ, അമ്മായപ്പനെ വശീകരിച്ചവളാണ് താമാർ. ഉൽപ്പത്തി 38 അതുണ്ട്. റാഹാബ് ജോഷുവ 2, ജോഷുവ 6 പറയുന്നു, ഒരു വേശ്യാസ്ത്രീയാണ്, നഗരത്തിൽ അറിയപ്പെടുന്ന ഗണിക. റൂത്ത് വിജാതീയ സ്ത്രീയാണ്, മൊവാഭ്യ വംശജ്യാണ്. ബാദ്ഷബ ഹിത്തിനായ ഉറിയായുടെ ഭാര്യയാണ്. അവളിൽ പ്രാപിച്ചാണ് ദാവീദ്, അല്ലെ, അങ്ങനെയാണ് സോളമനൊക്കെ ജനിക്കുന്നത്. ഇനി മറിയത്തെ അവരെന്തെന്നാ വിളിക്കുന്നത്? മറിയം ഭർത്തൃമതി ആകാതെ ഒരുപക്ഷെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു എന്നൊക്കെ ഈ സുവിശേഷം തന്നെ പറയും. ഇപ്പൊ തന്നെ ഇത് കഴിയുമ്പോൾ അതിലേക്കാ പോണത്. അവൾ ഗർഭിണിയായി കാണപ്പെട്ടു. കണ്ടോ? അപ്പൊ നോക്കുക. അപ്പൊ ഈശോയുടെ വംശാവലിയില് ഈ പ്യൂരിറ്റി അല്ലെങ്കിൽ ശുദ്ധി അതിനെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. യഹൂദരുടെ കാഴ്ചപ്പാടിൽ വംശാവലിയിലൊക്കെ ശുദ്ധിയുള്ളവരായിരിക്കണം. പക്ഷേ മിശിഹ ജനിക്കാൻ ഇവിടെ ശുദ്ധിയുണ്ടോ? ഈ സ്ത്രീകളൊക്കെ വന്ന് കയറിയിട്ടുണ്ട്, ശുദ്ധിയില്ല. അതിനർത്ഥം ഗാഡ് ബ്രേക്സ് ദ ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങളെ ദൈവം തകർക്കുന്നു. അതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്ന 2 കാര്യങ്ങളാണ്. ഞാൻ അതോടെ അവസാനിപ്പിക്കും. ഒന്നാമത്തേത്, യേശു പാപികളുമായിട്ട് തന്നെ താതാത്മ്യപ്പെടുത്തുന്നു. അതമ്പതിച്ച മനുഷ്യകുലത്തിന് രക്ഷകനായിട്ട് അവൻ വരുന്നു. ഈശോയുടെ ജനനത്തിൽ തന്നെ വംശാവലിയിൽ ഈ സ്ത്രീകളുണ്ടെങ്കിൽ ഇത് അർത്ഥമാക്കുന്ന ഇതാണ്, പാപികളുമായിട്ട് താതാത്മ്യപ്പെടുന്ന ഒരു ദൈവമായിരിക്കും ഈ മിശിഹ. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈശോയുടെ മാമോദീസയുടെ സമയത്ത്, അല്ലെ, അവൻ പാപികളുടെ കൂടെ പെടും, മാമോദീസയ്ക്ക് വരും. യോർദാനിൽ മാമോദീസ മുഖനായിട്ട് ഹി ഐഡന്റിഫൈ ഹിംസെൽഫ് വിത്ത് സിന്നേഴ്സ്. രണ്ടാമത്തെ, ഈശോയുടെ ജീവിതത്തിലുടനീളം നോക്കിയേ, അവൻ എപ്പോഴും പാപികളുടെ കൂടെയായിരുന്നു. ചുങ്കക്കാര് പാപികളാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, അല്ലെങ്കിൽ ശുദ്ധിയില്ലാത്ത കുഷ്ഠരോഗികള്, കണ്ടോ, ഈശോക്കെ അവരുടെ കൂടെയായിരുന്നു. അതിനർത്ഥം ഹി ഐഡന്റിഫൈസ് വിത്ത് സിന്നേഴ്സ്. ഇനി ഈശോയുടെ ജനന സമയത്ത് കണ്ടോ, അവന് ദർശനം കിട്ടിയത് ആരുടേതൊക്കെയായിരുന്നു? ഇടയന്മാര്. അവർ അവഗണിക്കപ്പെട്ടവരാണ്. അപ്പൊ അവര് കയറി വരുന്നു, അതൊക്കെ അശുദ്ധരാണ്. ഈശോയുടെ മരണസമയത്ത് നോക്കി, കള്ളന്മാരാണ് ഇരുവശത്ത് നിന്നത്, നല്ല കള്ളൻ, മോശം കള്ളനൊക്കെ. അതിനർത്ഥം, അല്ലെ, ഫോളൻ ഹ്യൂമാനിറ്റി, പാപത്താൽ അധപതിച്ച മനുഷ്യകുലത്തിന്റെ സഹചാരിയായിട്ട്, വീണ്ടെടുക്കാനുള്ള സഹചാരിയായിട്ട് ഈശോ വരുന്നു. അപ്പോ ക്രിസ്മസിൽ നമ്മൾ അനുസ്മരിക്കേണ്ടത് ഈശോയുടെ മരണം തന്നെയാണ്.
എന്തിനാണ് അവൻ എളിയവനായി, ലോലി എന്ന് പറയും, താഴ്ന്നവനായി അവതരിച്ചത്? അവന്റെ മരണത്തിലൂടെ പോലും ജീവിതത്തിലുടനീളം ഈ ഒരു സന്ദേശം നൽകാനാണ്. ഈ മിശിഹ വ്യത്യസ്തനാണ്. മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു മിശിഹായല്ല ദൈവത്തിന്റെ പദ്ധതിയിലെ ഈ മിശിഹ, മറിച്ച് ഇവൻ വ്യത്യസ്തൻ ആയിരിക്കും. ലോകത്തിന് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ? ചോദ്യം അതാണ്. ക്യാൻ ദ വേൾഡ് അക്സെപ്റ്റ് ദിസ് മിസായ? ഉത്തരം എന്താണ്? നോ. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? അവനെ അവർ തിരസ്കരിക്കും. എവിടെയും അവൻ തിരസ്കരിക്കപ്പെടും. സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കപ്പെടും. അവന്റെ ബന്ധുമിത്രാദികൾ പോലും അവനെ തിരസ്കരിക്കും. അവസാനം കള്ളനെ പോലെ, പാതകയെ പോലെ ഒരു മരണം അവന് കൈവരും. അതുകൊണ്ട് ക്രിസ്മസ് ഒരു പക്ഷേ തിരസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് സത്രത്തിൽ അവന് എന്ത് ലഭിച്ചില്ല? ഇടം ലഭിച്ചില്ല. പിന്നെ എവിടെ ലഭിച്ചു? അശുദ്ധിയുടെ ഇടമായ കാലിത്തൊഴുത്തിൽ ഇടം ലഭിച്ചു. അപ്പൊ ഇതെല്ലാം ഈ ദൈവപദ്ധതിയിലെ ഈ ഒരു മിശിഹായുടെ സ്വഭാവമാണ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അവസാനത്തേത്, മനുഷ്യന്റെ പദ്ധതിയിൽ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് റോളൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം ആ കാലഘട്ടത്തിൽ ദൈവം തന്റെ പദ്ധതിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നു. അത് വലിയൊരു ചിന്തയാണ്. ഏതേൻ തോട്ടത്തിൽ നോക്കി, ആദത്തിന് കൂട്ടായിട്ട് സ്ത്രീയെ നൽകുന്നു. വാരിയല്, ഈക്വാലിറ്റി, തുല്യത നൽകുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യാവതാരത്തിലും സ്ത്രീക്ക് തുല്യത നൽകുന്നു. സ്ത്രീ അതുകൊണ്ട് ക്രിസ്തുവിനെ നൽകാൻ വിളിക്കപ്പെട്ടവളാണ്. രക്ഷാകര ചരിത്രത്തിൽ അവൾക്ക് വലിയ പങ്കാളിത്തം ഉണ്ട്. അതുകൊണ്ട് സഭയുടെ ചരിത്രത്തിലുടനീളം സ്ത്രീയുടെ സാന്നിധ്യമുണ്ട്. ആദിമസഭയെ നയിച്ചത് സ്ത്രീകളാണ്. നയിച്ചതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത വ്യക്തികൾ ആദിമസഭയിൽ സ്ത്രീകളാണ്. ഇന്നും സഭയിൽ സജീവമായിട്ട് സഹകാരികളാകുന്നത് സ്ത്രീകളാണ്. ഈ സത്യം തിരിച്ചറിയുക. ഇപ്പൊ നമ്മൾ ഈശോയുടെ വംശാവലിയാണ് നമ്മൾ കേട്ടത്. ഏതാനും ചില ചിന്തകൾ നിങ്ങളുടെ ഒപ്പം ഞാൻ പങ്കുവച്ചു. തീർച്ചയായിട്ടും ഈ വംശാവലി നമ്മെ കൊണ്ടുപോകുന്നത് ഈശോയുടെ ആ ഒരു വ്യത്യസ്തതയുള്ള ജനനമാണ്. ആ ജനനത്തിന്റെ വ്യത്യസ്തത എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവം, മനുഷ്യന്റെയോടുള്ള പ്രതികരണം, ഇതൊക്കെ വെളിപ്പെടുത്തുന്നതാണ്. അത്തരം ഒരു മിശിഹായെ സ്വീകരിക്കാൻ നമുക്ക് ആകുമോ ഇല്ലയോ? ഓക്കെ, താങ്ക് യു.